കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ദൈവപാദപീഠത്തിൽ ഈ രാത്രിയിൽ ദൈവവചനം ധ്യാനിപ്പാനായിട്ട് ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ദൈവം ഈ രാത്രിയിൽ തുടർന്നുള്ള ദൈവവചന ചിന്ത നമുക്ക് അനുഗ്രഹപ്രദമായി തീർക്കേണ്ടതിന് പ്രാർത്ഥനയോടും വിനയത്തോടും ദൈവസന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. താങ്ക് യു ഓൾ ഫോർ കമ്മിങ് tonight to continuing with our study from the book of Romans. Let us all remain in God's presence with prayers so that God would continue to speak to us, and may God help us to understand, also apply the truth that we learn from God's word. Let us all focus to the 4th chapter of Romans this evening. നമുക്കൊരുമിച്ച് റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. And as we turn to the 4th chapter of Romans, it is very important for us to remember that Paul is once again outlining the salvation. The way of salvation he has been expounding in the previous chapter, namely from chapter 3 verse 20 following. ഈ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ പൗലോസ് തുടർന്ന് പറയുവാൻ പോകുന്ന കാര്യം വളരെ പ്രസക്തമാണ്. കാരണം 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് നമുക്ക് നൽകിയതാകുന്ന ആ വലിയ രക്ഷയെക്കുറിച്ച്, ദൈവത്തിൻ്റെ നമ്മോടുള്ളതാകുന്ന ആ സ്നേഹം നിമിത്തം അഭക്തരാകുന്ന നമ്മെ ക്രിസ്തുയേശുവിൽ അവിടുത്തെ ക്രൂശ് നിമിത്തം നീതീകരിച്ചതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവമക്കളാക്കി നമ്മളെ തീർത്തതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. ബട്ട് when you come to the 4th chapter, Paul is emphasizing the fact that God has no other way of salvation except salvation by God's grace. And Paul is trying to tell us it is not a novel idea that he propounds, or it is not his own innovation that God saves, be it in the Old Testament or in the New Testament. God always saves, or God always justifies by grace and by the means of faith. അപ്പോൾ ഈ അധ്യായത്തിൽ തുടർന്ന് പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, പഴയ നിയമമോ പുതിയ നിയമമെന്നോ വ്യത്യാസമില്ലാതെ ദൈവത്തിന് രക്ഷയ്ക്ക് ഒരു മാർഗമേ ഉള്ളൂ. അത് കൃപയാലുള്ള രക്ഷയാണ്. ആ കൃപയാലുള്ള രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നത് ദൈവത്തിലുള്ളതാകുന്ന വിശ്വാസമാണ്. സോ ഫെയ്ത്ത് ഈസ് ഓൺലി എ മീൻസ് whereby we receive that gift of salvation by grace. Faith is simply a means. Faith is simply trusting in God and His words. That is faith. Faith is not something that we work up or we produce. Rather, we simply come to God and we simply cling on to God and His words. We simply trust. If God says something, we trust Him. It is so. That is faith. So faith is only a means by which we experience the salvation, the justification by grace. So Paul, being a man who was steeped in the Old Testament scriptures, he had all the background knowledge, and also
he has in his mind all the arguments that will be put forward against his thesis here that God saves in all times by grace. So പൗലോസ് എന്ന പഴയ നിയമ പശ്ചാത്തലത്തിൽ അതിൽ വളർത്തപ്പെട്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി ഗ്രാഹ്യമുള്ള, മാത്രമല്ല ഒരു പരീശൻ എന്ന നിലയിൽ യഹൂദൻ്റെ ചിന്ത എന്താണെന്ന് നന്നായിട്ടറിയാവുന്ന പൗലോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് താൻ വളർന്നു വന്നതാകുന്ന ആ ജൂഡയിസം അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, സോ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ഡു അവേ വിത്ത് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സ്ക്രിപ്റ്റേഴ്സ്. പഴയ നിയമ തിരുവെഴുത്തുകളെ മാറ്റി നിർത്തിയിട്ടല്ല ഈ പ്രധാനപ്പെട്ട ഉപദേശം പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആൻഡ് ഇൻ ഫാക്ട്, according to Paul, Old Testament is pointing towards Jesus Christ, or Old Testament always points forward to what God would do through Christ or in Christ. പഴയ നിയമ തിരുവെഴുത്തെല്ലാം തന്നെ പൗലോസിൻ്റെ കാഴ്ചപ്പാടിൽ അത് മുൻപോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ക്രിസ്തുവിൽ ദൈവം എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, എ റിയൽ Jew according to Paul is not one who conforms to the outward regulations of the Jewish religion, but one who is really a Jew, who is inwardly a Jew. And that's what he says in chapter 2 verse 28 and 29. അപ്പോൾ 2-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അടുത്ത വാക്യം, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. നോക്കുക, ഇതാണ് പൗലോസിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ പഴയ നിയമത്തിന്റെ ആ പ്രവർത്തികളാലല്ല ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് ഒരു മനുഷ്യന് ദൈവസന്നിധാനത്തിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയുന്നതല്ല. സോ ദിസ് വാസ് not only the view of Paul, but it was an age-old conviction from time immemorial. For example, if you look at the book of Job, chapter 9 and verse 2, Job says, "How can man be right before God?" So that was the question. How can man? And he says nobody can be right before God. And if you read through the book of Job, in fact, even heaven is not clean. It doesn't mean heaven is not clean. Rather, he proves the point, looked through the holy consuming eyes of God, even heaven itself is not pure. Then how can man be right before God? So no amount of our works or religiosity or our own piety, nothing would justify us, or nothing would make us righteous before God. And that was the conviction from
long time ago in the hearts of holy men. അപ്പോൾ പഴയ നിയമ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നതാകുന്ന ഈ വേദഭാഗം ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ, ആ ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. മനുഷ്യന് ദൈവസന്നിധിയിൽ നീതിമാനാകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് ഈ റോമാലേഖനം 2-ാം അധ്യായം 28-29 വാക്യത്തിൽ പറയുന്നത്, പുറമെ യഹൂദനായവനല്ല, യഹൂദൻ അകമേ ആത്മാവിലുള്ളതാണ് സാക്ഷാൽ യഹൂദനായവൻ എന്ന് പറയുന്നത്. അപ്പോൾ there are in two ways even in the Old Testament, according to Paul. He is not doing away with the Old Testament. He is not doing that. In fact, he says even in the Old Testament time, if at all somebody is I shouldn't use that word, if at all, but if somebody is justified, it is only because of God's grace. So grace is the way. കൃപയാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കാര്യം പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് if that is the case, what Paul is going to tell us in the 4th chapter of Romans about Abraham, it is very important. If you look at verses 1-8 of 4th chapter of Romans, it is very clear, according to Paul, that God's way is grace. God's way is grace. ദൈവത്തിൻ്റെ വഴി എന്നുള്ളത് കൃപയാണ്. അതാണ് 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പോൾ പറയുന്നത്, അബ്രഹാം പ്രവർത്തികളാലല്ല നീതീകരിക്കപ്പെട്ടത്. Okay, and we remember when we studied the book of James, we have dealt with the apparent contradiction, seeming contradiction in James chapter 2 and Paul's position. In fact, there is no contradiction. We have seen that. Now, let us come back to this passage. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു പൗലോസിൻ്റെ പൊസിഷനും യാക്കോബിൻ്റെ പൊസിഷനും തമ്മിലുള്ള പ്രഥമ ദൃഷ്ടിയ നോക്കിയാൽ കാണുന്ന ഒരു കോൺട്രഡിക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ കണ്ടു അവിടെ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. സത്യത്തിൽ രണ്ടുപേരും പറയുന്ന ഒരു കാര്യം തന്നെ, പക്ഷേ 2 പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് അവർ വരുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഏത് വിശ്വാസമാണ് മനുഷ്യനെ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള വിശ്വാസമുണ്ട് എന്ന് യാക്കോബ് പറയുക. ഒരു വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസം, മറ്റേ വിശ്വാസം രക്ഷിക്കാത്ത വിശ്വാസം. അതാണ് യാക്കോബ് പറയുന്നത്. ഓക്കെ, അത്രയും പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. കാരണം നമ്മൾ ആ ഭാഗം പഠിച്ചപ്പോൾ ആ വിഷയം നന്നായിട്ട് വിശദമായിട്ട് ചിന്തിച്ചതാണ്. ഇവിടെ ഇതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് വായിച്ചിട്ട് ആ വേദഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ലെറ്റ് us read chapter 4 verses 1-8. I will not go into much detail, but I'll give you an outline because we have to cover so much from the book of Romans. നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ഈ ഭാഗം നമ്മൾ ഒന്ന് ഓടിച്ചങ്ങ് പോവുകയാണ്, അധികം അവിടെ നിൽക്കുകയില്ല. അവിടെ നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് മുൻപോട്ട് പോകാം. ദയവായിട്ട് വായിക്കാം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അപ്പോൾ
നമുക്ക് ഓരോ വാക്യം വായിച്ച് മുൻപോട്ട് പോവാം. ഇവിടെ പൗലോസ് ചോദിക്കുന്ന ആ ചോദ്യം, ഹി ബിഗിൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം കൊണ്ട് ആരംഭിക്കുക. അപ്പോൾ എന്നാൽ എന്ന് പറയുമ്പോൾ, അല്ലെ വാട്ട് ദെൻ എന്ന് പറയുമ്പോൾ, മുകളിൽ പറഞ്ഞ വിഷയങ്ങളെ കണക്റ്റ് ചെയ്യാനായിട്ടാണ് ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏറ്റവും പ്രാധാന്യത്തോടെ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ വാക്യങ്ങൾ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, വാക്യങ്ങളും അധ്യായങ്ങളും തന്നിരിക്കുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല വാക്യങ്ങളും അധ്യായങ്ങളും ഇൻസ്പയർഡ് അല്ല, അത് ദൈവാശ്വാസ്യമൊന്നുമല്ല. 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് അധ്യായങ്ങളായിട്ടും വാക്യങ്ങൾ, അതൊക്കെ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ദൈവവചനം പഠിക്കുന്നവർ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതൊരു സൗകര്യമാക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വാക്യങ്ങളും അധ്യായങ്ങളും വചനം മനസ്സിലാക്കുന്ന ആ സമയത്ത് മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റണം. ആ കണ്ടിന്യൂവിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ പറഞ്ഞു വരികയാണ്, മുകളിൽ പറഞ്ഞു വന്ന ഒരു കാര്യം പോള് നമ്മൾ കണ്ടു, പ്രശംസ ആർക്കുമില്ല, ആർക്കും പ്രശംസിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം രക്ഷ തന്നത് കൃപയാലാണെങ്കിൽ ആർക്കും പ്രശംസിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു കാര്യം അതിൻ്റെ 3-ാം അധ്യായം അവസാന ഭാഗത്ത് വന്നു. അങ്ങനെ പറഞ്ഞിട്ട് താൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ പറയുമ്പോൾ, അപ്പോൾ പ്രവൃത്തികളാലല്ല മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയാണോ? പൗലോസ് പറയുക, അല്ല, നമ്മൾ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ്. ഓക്കെ, അതാ പൗലോസ് പറഞ്ഞു നിർത്തിയത്. സോ ഇൻ ദ പ്രീവിയസ് passage, when Paul said that since salvation is by grace and therefore no one could boast that I have done these things, therefore I earned salvation. No, Paul says nobody can say that. Then comes the question, what about the commandments, the ceremonies of the law? And when we say that those people observed that in the Old Testament, Paul, does he contradict himself? And Paul, does he nullifying the law? Paul says no, we are not nullifying the law. In fact, we are establishing the law, because that is what we read also in the law. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നില്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്ര ചെയ്യുന്നത്? പൗലോസ് പറയാൻ പോകുന്ന കാര്യം പറയാതെ പറയുകയാണ്. അതിൻ്റെ കാരണം ന്യായപ്രമാണം നമ്മൾ ഈ പറയുന്ന കാര്യം ശരിവെക്കുന്നു. അതുകൊണ്ടാണ് ആ വാക്കവിടെ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു? അപ്പോൾ ഈ ചോദ്യം, what then shall we say was gained by Abraham, our forefather, according to the flesh? So there are various slightly different reading for this verse 1. ഒന്നാമത്തെ വാക്യത്തിന് അല്പം വ്യത്യസ്തമാകുന്ന ഭാഷാന്തരങ്ങളുണ്ട്. മലയാളം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. So that means that although
ESV, I think this is ESV. What then shall we say was gained by Abraham? Then the next words explains who Abraham was according to this version. Our forefather according to the flesh. So it refers back to the human ancestry as far as the Jewish people are concerned. That is the meaning here. But in Malayalam, it says, the exact wording in Malayalam is this: what shall we say that Abraham discovered according to the flesh? എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ എബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയുന്നു. ഞാൻ ഈ ഒരു വ്യത്യാസം ഭാഷാന്തരങ്ങളിൽ വന്നതുകൊണ്ട് ഞാനൊന്ന് പരിശോധിച്ചു മലയാളത്തിൽ പറഞ്ഞത് ശരിയാണോ എന്ന്. പക്ഷേ എനിക്കതിൻ്റെ ഒരു ഉത്തരം കിട്ടിയത് ഏർലിയസ്റ്റായിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സ് അനുസരിച്ച് മലയാളം ഭാഷാന്തരം കൃത്യമാണ്. അപ്പോൾ ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത് അബ്രഹാം. സോ പോൾസ് മീനിങ് ഈസ് ദിസ്: from a human point of view, by his human efforts, what did Abraham discover? So, did he discover or did he earn anything by his own efforts? Meaning, according to the flesh, it simply means this, although it can be translated the other way around. It simply means, did he achieve what he discovered? That is the meaning. അതായത് നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു? മറക്കരുത്, മുകളിലത്തെ കണക്ഷൻ അവിടെയുണ്ട്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. ഓക്കെ, ജഡപ്രകാരം അബ്രഹാം വല്ലതും പ്രാപിച്ചോ? അതാ ചോദ്യം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഡിഡ് എബ്രഹാം ഡിസ്കവർ എനിത്തിങ് ബൈ ഹിസ് ഓൺ എഫേർട്ട്? And the answer, verse 2, രണ്ടാമത്തെ വാക്യം, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. So, if, for the sake of argument, if for a moment Paul agrees with the Judaizers, and they have so many teachings, because Abraham was so pious and he was so faithful, and therefore God justified him. That was the idea among the Jewish teachers. So that is the background of this verse. And Paul turns that around and he asks, if granted Abraham, if he discovered that he has been justified because of his faithfulness or because of his effort, then Paul's argument is here, then he should have had something to boast about. Okay? അപ്പം പൗലോസിൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ്. നേരത്തെ പറഞ്ഞു, നമുക്ക് ദൈവസന്നിധാനത്തിൽ ആകയാൽ പ്രശംസ എവിടെ? ആർക്കെങ്കിലും പ്രശംസിക്കാൻ പറ്റുമോ? പോൾ പറഞ്ഞു പറ്റുകയില്ല. അത് പറഞ്ഞേച്ച് കൃപയാൽ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ പിന്നെ പ്രശംസിക്കാൻ ഒന്നുമില്ലല്ലോ. അല്ല, നേരെ മറിച്ച് അബ്രഹാം ജഡപ്രകാരം ചിലത് പ്രാപിച്ചെങ്കിൽ അവന് പ്രശംസിക്കാൻ ചിലതുണ്ടല്ലോ. കാരണം ജഡപ്രകാരം ചിലത് പ്രാപിച്ചു കഴിഞ്ഞാൽ
പ്രശംസിക്കാൻ പലതുമുണ്ട്. ചിലർ പറയാറില്ലേ, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ വിട്ടേച്ചാണ് ഇങ്ങോട്ട് വന്നത്. എന്നെ വിട്ടെന്നായി പറയുന്നത്. ശരിക്കും വിട്ടിട്ടില്ല, അതുകൊണ്ടായി പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കിട്ടിയത് ഞാൻ വിട്ടതിനേക്കാളും മെച്ചമൊന്നുമല്ല. പിന്നെ അത് വിട്ടേച്ചാണ് ഞാനിങ്ങോട്ട് വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രശംസിക്കാൻ ആർക്കെന്താണുള്ളത്? അബ്രഹാമെന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുത്തിട്ട് ഇവിടെ പൗലോസ് പറയുക, അങ്ങനെ ജഡപ്രകാരം അവൻ നീതീകരിക്കപ്പെട്ടു, അല്ലെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ അവന് ജഡത്തിൽ ഒത്തിരി പ്രശംസിക്കാനുണ്ടല്ലോ. എന്നിട്ട് പൗലോസ് പറയാ, എന്നാൽ എവിടില്ല? ദൈവസന്നിധിയിൽ ഇല്ലതാനും. സോ Paul rejects the possibility of any man boasting before God, because every man is a sinner before God. That is exactly what he said in chapter 3 and verse 23. All have sinned and come short of the glory of God. അപ്പോൾ മനുഷ്യർക്കാർക്കും തന്നെ ഒന്നും പ്രശംസിക്കാനില്ല. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായത്. സോ പ്രശംസിക്കാൻ ഒന്നുമില്ല. കൃപയാൽ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്നതിൻ്റെ ഒന്നാമത്തെ കാരണമായിട്ട് പൗലോസ് അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. യഹൂദ ചിന്തയിൽ ഏറ്റവും വിശ്വസ്തനാകുന്ന എബ്രഹാം അങ്ങനെ തൻ്റെ പ്രവൃത്തികളാലാണ്, അല്ലെ ജഡപ്രകാരം താൻ എന്തേലും ചെയ്തതുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അബ്രഹാമിന് പ്രശംസിപ്പാൻ ചിലതുണ്ട്. പൗലോസ് പറയുക, അങ്ങനെ ഒരു സാധ്യത ഇല്ല. ഓക്കെ, സോ ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് of Paul is this, that is a general reasonable argument. If Abraham discovered something according to his flesh or by the works of the law, then he could boast, he could be proud of his own achievement in God's presence. But Paul says no, it doesn't happen. It's not happening. And the second reason Paul gives is verse 3. മൂന്നാമത്തെ വാക്യം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അതിന്റെ മുകളിലത്തെ വാക്കോടൊന്ന് ചേർത്ത് വായിച്ചേ. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ. മൂന്നാം വാക്യത്തിന്റെ ആദ്യത്തെ സെന്റൻസ്, തിരുവെഴുത്ത് എന്തു പറയുന്നു? തിരുവെഴുത്ത് എന്തു പറയുന്നു? So the first reason Paul gives is a reasonable argument. Then he says, what does scripture say? Okay, ആദ്യം ആ കേസ് സ്റ്റേറ്റ് ചെയ്തു. അബ്രഹാമിന് ദൈവസന്നിധാനത്തിൽ ഒന്നും പ്രശംസിക്കാനില്ല, കാരണം ജഡപ്രകാരം ഒന്നും പ്രാപിച്ചില്ലല്ലോ, പിന്നെന്തോ പറയാനാ എന്ന് പറഞ്ഞേച്ചു പറയുക, ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, തിരുവെഴുത്ത് എന്താണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഹാസ് so much implications. The first implication, Paul recognizes when he writes the book of Romans, there was a book. There was a book already in existence as the Old Testament. So he uses the word
in singular form, scripture. തിരുവെഴുത്ത് എന്ത് പറയുന്നു. രണ്ടാമതായിട്ട്, secondly, he doesn't see any distinction between what God says and what the scripture says. രണ്ടാമത്തെ വിഷയം, ദൈവം പറയുന്നു, തിരുവെഴുത്ത് പറയുന്നു, ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നേരെ മറിച്ച് ദൈവം തിരുവെഴുത്തിലൂടെ പറയുന്നു. അതാ എപ്പോഴും പൗലോസിൻ്റെ കണ്ടൻഷൻ. ഇനി ഈ വേദഭാഗം ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, Paul could have written what was written. He could have written that. പൗലോസിന് വേണേൽ ഇങ്ങനെ പറയാമായിരുന്നു, എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ വേദപുസ്തകത്തിൽ. പൗലോസ് അതും പറയുന്നില്ല. ഇവിടെ പൗലോസ് പറയുന്നത്, വാട്ട് ഡസ് സ്ക്രിപ്ചർ സേ, മീനിങ് that we can still listen the living voice of God through scripture. അല്ലേ? തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നാ പൗലോസ് പറയുന്നത്. തിരുവെഴുത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ഒന്നുമല്ല, തിരുവെഴുത്ത് എന്ത് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ആ ജീവനുള്ള ശബ്ദം ഇപ്പോഴും നമുക്ക് തിരുവെഴുത്തിൽ കൂടെ കേൾക്കാൻ കഴിയും. വാട്ട് ഡസ് സ്ക്രിപ്ചർ സേ? സോ വി ക്യാൻ സ്റ്റിൽ ലിസൺ ടു ദ ലിവിങ് വോയിസ് ഓഫ് ഗോഡ് ത്രൂ സ്ക്രിപ്ചർ. സോ ദാറ്റ് ഈസ് ദ ഇംപ്ലിക്കേഷൻ. അതാണ് ആ ഒരു കാര്യം. ആൻഡ് when you read the New Testament, the final court of appeal for every controversy which Jesus faced or the apostles faced, the final court of appeal was the scripture. യേശു കർത്താവിൻ്റെ കാലത്ത് പരീശന്മാരും മറ്റുള്ളവരും ഒക്കെ ചോദ്യം ചോദിക്കുമല്ലോ. ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? തിരുവെഴുത്ത് എന്തു പറയുന്നു, എങ്ങനെ എഴുതിയിരിക്കുന്നു. വലിയ കോൺട്രാവേഴ്സി കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുന്നിലിട്ടു. ഉദാഹരണത്തിന്, മരിച്ചവർ ജീവിക്കുകയില്ലെന്ന് പറയുന്ന ഒരു കൂട്ടർ വന്നേച്ച് കർത്താവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ, പഴയ നിയമത്തിൽ ഒരുത്തിക്ക് 7 അല്ലേ, ആ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞേച്ച്, പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും? കർത്താവിൻ്റെ മറുപടി കേൾക്കണേ. ആദ്യം പറഞ്ഞ്, നിങ്ങൾക്ക് തിരുവെഴുത്തും അറിയത്തില്ല, ദൈവശക്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞ എന്നറിയോ? തിരുവെഴുത്ത് എന്നാ പറയുന്നതെന്നുള്ളത് അവിടെ പറഞ്ഞു. എന്നാ പറഞ്ഞെന്നറിയോ? ആ ബേണിംഗ് ബുഷിൻ്റെ കാര്യം കർത്താവ് എടുത്തേച്ച് യഹോവയാകുന്ന ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. എന്നിട്ട് പറഞ്ഞു, ദൈവം. അപ്പം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ആരാ? ആ സമയത്ത് മരിച്ചുപോയവരാ. പക്ഷേ ആ തിരുവെഴുത്തെടുത്തേച്ച് കർത്താവ് പറയുക, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇപ്പോഴും ജീവനോടുണ്ടെന്നാണ് കർത്താവ് സദൂക്യരോട് പറഞ്ഞത്. അപ്പോൾ കർത്താവിന് വേണമെങ്കിൽ നേരിട്ട് പറയായിരുന്നു. പക്ഷേ എല്ലാ കോൺട്രാവേഴ്സിയിലും കർത്താവ് പറഞ്ഞത് തിരുവെഴുത്ത് എന്തു പറയുന്നു. അപ്പോൾ ഏത് കാര്യത്തിനും ദൈവമക്കളുടെ ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം ഒന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, സോ വേഴ്സ് 3. സോ 4:3 പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ഓക്കെ, ഒന്ന് വായിച്ചോളൂ. തിരുവെഴുത്ത് എന്ന് പറയുന്നു, വായിച്ചോളൂ.
തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. നോക്കുക, തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഈ 4-5 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അനേക പ്രാവശ്യം കണക്കിട്ടു എന്ന് അവിടെ പറയുക. ഓക്കെ, ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത് എന്താ? അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അടുത്ത 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. നോക്കുക, ഇവിടെ എന്താ മലയാളത്തിൽ അല്പം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട്. എന്നാൽ ഇവിടെ പറയുന്ന വിഷയം verse 4, now to the one who works his wages are not counted as a gift. In other words, not counted as grace. മനസ്സിലാവാൻ വേണ്ടി പറയാം. ഓക്കെ, നമ്മളൊരാളെ ജോലിക്ക് വിളിച്ചു. ജോലിക്ക് വിളിച്ചേച്ച് നമ്മൾ പറയുക, വൈകുന്നേരം 5 മണിയാകുമ്പം എന്നാ വേണേ മേടിച്ചോണ്ട് പൊക്കോണം, ഞാൻ മനസ്സലിഞ്ഞിട്ട് തരിക. നീ അവിടെ അലിഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ഞാനല്ലേ കൊണ്ടുവന്ന് ജോലിക്ക് ഇവിടെ വെച്ച്, വേണേ മേടിച്ചേച്ച് എന്ന് പറഞ്ഞാൽ അവൻ എന്തോ പറയും? അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. പള്ളി നാട്ടിലെ കാര്യം, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതിയെന്ന് പറയും. അതിൻ്റെ കാര്യം എന്നാ? ഞാൻ അധ്വാനിച്ചിട്ടാണ് നീ എനിക്ക് പൈസ തരുന്നത്. നോക്കിയേ, അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആരേലും ജോലി ചെയ്താൽ കൂലി കൊടുക്കുന്നത് നമ്മുടെ കൃപയല്ലെന്ന് മനസ്സിലായോ? പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമയാണെന്ന്. എന്ന് പറഞ്ഞാൽ അത് കടമയാ, കൊടുത്തോണം, അല്ലെങ്കിൽ വർക്കവറിൽ പോകുമെന്ന്. ഇല്ലേ, വർക്കവറോ എന്താ മനസ്സിലായോ? അത് ഔദാര്യമല്ലെന്ന്, അത് നിന്റെ കൃപയൊന്നും അല്ലെന്ന്, ജോലി ചെയ്തതിൻ്റെ കാശാന്ന്. ഓക്കെ, അതാണ് പൗലോസോട് പറയുന്നത്. പ്രവർത്തിച്ചെങ്കിൽ അത് കൃപയല്ല. 5-ാമത്തെ വാക്യം, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. നോക്കുക, എന്നാൽ ഇവിടുത്തെ വിഷയം എന്താ? However, to the one who does not work, Paul is not encouraging laziness. No, ലേസിനെസ്സിനെ എൻകറേജ് ചെയ്യല. ഇത് വിശ്വാസ ജീവിതത്തെക്കുറിച്ചും കൃപയാലുള്ള രക്ഷയെക്കുറിച്ചും അറിയുന്നത്. എന്ന് പറഞ്ഞാൽ to the one who does not work but trusts God who justifies the ungodly. That is the key. കാരണം പഴയ നിയമത്തിൽ നമ്മൾ നേരത്തെ കണ്ടത് ആ വിഷയം. പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഇവിടെ അൺഗോഡ്ലി എന്ന് പറഞ്ഞ് മലയാളത്തിലും അഭക്തൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഗോഡ് ഹൂ ജസ്റ്റിഫൈസ് ദ വിക്കഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വിക്കഡ്. എന്നിട്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവം അനീതിയുള്ളവനെ അല്ലെങ്കിൽ ദുഷ്ടനെ ദൈവം എന്ത് ചെയ്യല? നീതീകരിക്കുന്നില്ല.
ദൈവത്തിന് ദുഷ്ടനെ നീതീകരിക്കാൻ പറ്റുകയില്ല. അപ്പം ദുഷ്ടനെ, അഭക്തനെ ദൈവം നീതീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ കണ്ടു, 3-ാം അധ്യായത്തിൽ കണ്ടു എന്തുകൊണ്ടാണ് അഭക്തനെ ദൈവം നീതീകരിക്കുന്നത്. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ക്രൂശ്. The only answer Paul gives why God, although the Old Testament strictly, very strictly, it infringes upon God's very character. If somebody says God justifies the ungodly and the wicked, no. According to the Old Testament, God doesn't do that, because His holiness, His righteousness will be compromised. And we have seen in the last part of chapter 3 of Romans that God can only do that on the ground of Christ and His cross. Otherwise God cannot do that. ദൈവത്തിന് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാം. പോൾ ഇവിടെ പറയുകയാണ്, although the one who does not work but trusts God who justifies the ungodly. അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ, അവൻ പ്രവർത്തിച്ചിട്ടല്ല, പ്രവർത്തിച്ച് അങ്ങ് ചെല്ലാൻ പറ്റുകയില്ല, പക്ഷെങ്കിൽ അഭക്തനെ നീതീകരിക്കുന്നവനാകുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവനോ. സോ വിശ്വാസമെന്ന് പറയുന്നത് ഒരു മെറിറ്റ് അല്ല. അവിടെ നല്ല ഒരിടത്തും മെറിറ്റ് അല്ല. വിശ്വാസം മെറിറ്റ് അല്ല. വിശ്വാസമെന്നുള്ളത് ഒരു മീൻസാണ്, ഒരു മാർഗം മാത്രമാണ്. So faith is not another work, as though it is your faithfulness that gave you something from, that earned something from God. No, it is faith according to Paul the apostle. It is only a means by which you receive the free gift, the grace of God. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാധ്യം. അതുകൊണ്ടാണ് in Ephesians chapter 2 verse 8 and 9, if you read Ephesians chapter 2 verse 8 and 9, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, പിന്നെ ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. See, even that I was able to trust God. Why? Because God the Holy Spirit opened my eyes and gave me an inclination to trust Him. ഞാൻ ദൈവത്തെ വിശ്വസിക്കാൻ തന്നെ കാരണമായത് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണു തുറന്നതുകൊണ്ടും വിശ്വസിക്കെന്ന് പറഞ്ഞ് എന്നെ കർത്താവിങ്കലേക്ക് നടത്തിയത് കൊണ്ടുമാണ് ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അടുത്ത വാക്യം, ആരും പ്രശംസിക്കാതിരിപ്പാൻ, നോക്കിയേ, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. സോ അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. വേഴ്സ് 5-ൽ 4-5 ചാപ്റ്റർ 4 വേഴ്സ് 5 ഓഫ് റോമൻസ്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. സോ what did Abraham do? He simply believed. He simply trusted God. If God said so, it is so. If God said so, ദൈവമാണോ പറഞ്ഞത് എന്നാ അങ്ങനെയാ. അതാണ് വിശ്വാസം. ഞാൻ പറയുന്നതോ ഞാൻ ചിന്തിക്കുന്നതോ അല്ല വിശ്വാസം. ഓക്കെ, നമ്മളാരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല വിശ്വാസം. അങ്ങനെയാണ് ഇന്ന് വിശ്വാസം എന്ന് പറഞ്ഞ് പലയിടത്തും അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിശ്വസിക്കണം. നമ്മൾ ഒരിക്കൽ എനിക്കറിയാവുന്ന ഒരാളാണ്, അദ്ദേഹം പറഞ്ഞു ബെൻസ് കാർ മേടിക്കണം. എനിക്കറിയാം നിങ്ങൾക്ക് ബെൻസ് കാറുണ്ടേ, സോറി നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ. ബെൻസ് കാർ മേടിക്കണം, ബെൻസ് കാർ. അപ്പോൾ ഒരാൾ പറഞ്ഞു എങ്ങനെയാണ് ബെൻസ് കാർ? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അതിന് ഓക്കെ 4 വീൽ വേണം,
പിന്നെ ഏത് കളറാണ് വേണ്ടി? പച്ച വേണം. പച്ച മേടിച്ചു കേട്ടോ, സെക്കൻഡ് ഹാൻഡാണ് മേടിച്ചത്, എന്നാലും മേടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതല്ല വിശ്വാസമെന്ന്. കാരണം അതല്ല വിശ്വാസം. അബ്രഹാം ഇങ്ങനെ ഒന്നും കണ്ടൊന്നുമില്ല, ഒന്നും അവിടെ കാണുന്നില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നോക്ക്, ആകാശത്തോട്ട് നോക്കിക്കേ, നീ കണ്ടോ നക്ഷത്രങ്ങളെ? കണ്ടോ? കണ്ടു. നിന്റെ സന്തതി അതുപോലെ ആകും. കടൽക്കരയിലെ മണ്ണും നോക്കിക്കേ, നിന്റെ സന്തതി അതുപോലെ ആകും. ആരോടാ പറഞ്ഞേ? സന്തതി ഇല്ലാത്തവനോട്. അബ്രഹാം എന്ത് ചെയ്തു? ദൈവമല്ലേ പറഞ്ഞത്? ദൈവം പറഞ്ഞത് ശരിയാ. മനസ്സിലായി? അപ്പോൾ അബ്രഹാമിൻ്റെ the object of faith is not in himself, rather in God. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം നമ്മിലല്ല, ദൈവത്തിലാണ്. ദൈവം പറഞ്ഞു എന്നാ അങ്ങനെ. അതെന്ത് ചെയ്തു? നീതിയായിട്ട് കണക്കിട്ടു. അപ്പോൾ പ്രവർത്തിച്ചില്ല, കൃപയായിട്ട് കൊടുത്തെന്ന്. ജോലി ചെയ്തേച്ച് കിട്ടിയാൽ എന്തല്ല? കൃപയല്ല. ജോലി ചെയ്തേച്ചാ കിട്ടുന്നതെങ്കിൽ അത് കൃപയല്ല, അത് പ്രവർത്തിച്ചതിൻ്റെ കൂലിയാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ അഭക്തനെ നീതീകരിക്കുന്ന ദൈവം, ഒന്നും ചെയ്യാതെ ദൈവം എന്നെയും നിങ്ങളെയും നീതീകരിച്ചു. എന്നിട്ട് അടുത്ത വാക്യം, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്. നോക്കുക. എന്നിട്ട് അടുത്തത്, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം. It is another Old Testament beatitude. Blessed, blessed. ഭാഗ്യം, ഭാഗ്യം. എന്താ ഭാഗ്യം? ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. ഒരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. എന്നാൽ ഇവിടുത്തെ കാര്യം അടുത്തത് 6, 7, 8 പെട്ടെന്ന്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. നോക്കുക. അപ്പൊ ഇവിടെ ദാവീദിനെ കുറിച്ച് പറയുക. അപ്പൊ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുക, കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്ന കാര്യമാണ്. സോ if somebody is justified freely by grace, Paul already stated the law and the prophets testified to that. Now he has explained from the book of law, he took a character, the main character rather, Abraham, their father and our father too. നമ്മൾ താഴോട്ട് അതാ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിതാവാകുന്ന അബ്രഹാമിനെ കുറിച്ച് ന്യായപ്രമാണത്തിൽ നിന്ന് ആണ് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ പിന്നീട് ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ പഴയ നിയമമാണ്. ദാവീദിൻ്റെ കാര്യം എടുക്കുക. ദാവീദിനെ കുറിച്ച് പറയുക, ആ ഭാഗ്യവർണ്ണന ദാവീദും വർണ്ണിക്കുന്നു, പ്രവൃത്തി കൂടാതെ നീതി കണക്ക്. എന്നിട്ട് എന്താ പറയുന്നേ? 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. അധർമ്മം മോചിച്ചു. സോ ട്രാൻസ്ഗ്രഷൻ, അധർമ്മം, ലോലെസ്നെസ്. പാപം മറച്ചു. പാപം അല്ലെങ്കിൽ ദൈവത്തോടുള്ളതാകുന്ന ആ ആനിമോസിറ്റിക്കുള്ള 2 വാക്കുകളാണ്, ട്രാൻസ്ഗ്രഷൻ ആൻഡ് സിൻ. ട്രാൻസ്ഗ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നോൺ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുന്നത്. അധർമ്മം, ലോലെസ്നെസ്. ദർ ഈസ് എ ബൗണ്ടറി ദർ ആൻഡ് സംബഡി ക്രോസസ് ദാറ്റ്. സോ ദാറ്റ് ഈസ് ട്രാൻസ്ഗ്രഷൻ. Whereas sin is you miss the mark, you miss God's standards. Okay?
These are the two words for sin. One is transgression and one is sin. And David says, ദാവീദ് എന്നാ പറയുന്നത്? അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ, whose transgressions are forgiven, whose sins are covered. In other words, God forgives, God covers our sins. Now, we will read one more verse and close. 2 Corinthians chapter 5, 19 and 21. 2 Corinthians. So, sin is stepping over a non-boundary. That is transgression. And sin is falling short of God's standards. So these are the two words. And Paul says, God forgives and he covers. Now, ആ വാക്യം കൂടെ വായിച്ചേ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം 2 Corinthians 5:19. Not counting men's sins against them. And 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. So, first of all, God, he is not counting men's sins against them. And instead of that, he made him who had no sin to be sin for us, so that in him we might become the righteousness of God. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു, കണക്കിട്ടില്ല. 2, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഇതിൻ്റെ പേരാണ് നീതീകരണം. ഒന്ന്, ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം നമ്മോട് ക്ഷമിക്കുന്നു. അതൊന്നും ചെയ്തിട്ടല്ല, ഒരു പ്രവൃത്തിയില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നു, അല്ലെ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാര്യം. അതിൻ്റെ പ്രൊവിഷൻ നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ക്രൂശ. എന്നിട്ട് നമുക്കെന്തോ കിട്ടി? നമുക്ക് നീതി കിട്ടി. അതാണ് നമ്മൾ വായിക്കുന്നത്, നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന്. സോ taking something from us and putting on Christ, and taking something from Christ and putting on us. Okay? നമ്മിൽ നിന്ന് ചിലതെടുത്തേച്ച് ക്രിസ്തുവിൻ്റെ മേലിട്ടു, നമ്മുടെ പാപം എടുത്ത് ക്രിസ്തുവിൻ്റെ മേലിട്ടു, അവനെ പാപമാക്കി. എന്നിട്ട് ക്രിസ്തുവിൻ്റെ നീതി എടുത്തെന്തോ ഇട്ടു? നമ്മുടെ മേലിട്ടു. ഇതൊരു പ്രവൃത്തിയാലും അല്ല, കൃപയാൽ, വിശ്വാസത്താൽ. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം നമുക്ക് തന്ന ആ രക്ഷയുടെ മഹത്വം എന്നുള്ളത്. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ, അതാണ് മഹത്വമേറിയ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ആ ഒരു വലിയ പദവിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിനോട് നമ്മളെ റൈറ്റാക്കി, നമുക്കൊരു റൈറ്റ് സ്റ്റാൻഡിങ് തന്നു. ജോബ് ചോദിക്കുന്ന പോലെ, ആർക്ക് നീതിമാനാകാൻ കഴിയും ദൈവസന്നിധാനത്തിനോ? എന്നാൽ ക്രിസ്തുവിൽ നമ്മുടെ പാപം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി ക്രിസ്തുവിൻ്റെ നീതി എനിക്ക് നിനക്കുമായിട്ട് പങ്കിട്ടു. ഇപ്പം ദൈവം നമ്മെ നോക്കുന്നത് ക്രിസ്തുവിൻ്റെ നീതിയിലൂടെയാണ്. God the Father sees us through the righteousness of Christ. He covers us with his righteousness. അതാണ് ഭാഗ്യം. ഭാഗ്യം. അതിനെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്.
ഈ ഭാഗ്യവർണ്ണന. ഓക്കെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.